ഹായ്, എസ് വി അരുളലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം രാവിലെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പതിവില്ലാതെ CPIക്ക് വേണ്ടി സ്മൃതി പരുത്തിക്കാടിൻ്റെ വാദമുഖങ്ങളും അവർക്ക് വേണ്ടി ആവേശപൂർവ്വം പോരടിക്കുന്നത് കേട്ടു. ഒരു കാര്യം വളരെ കൃത്യമായിട്ട്, അതായത് PM ശ്രീ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്താ ചർച്ചകൾക്കും വാർത്താ കച്ചവടത്തിനും ഉൽപ്പന്നമാവുക, അതിലൂടെ തങ്ങളുടെ മൈലേജ് അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം ജനമനസ്സുകളിലേക്ക് ഇടം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഈ CPI എന്ന ഇത്തിൽ പാർട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം ഇത്തിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഒരു പാരാസൈറ്റ് ആണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഈ ഇത്തിൽ എന്ന് പറയുന്നത് കയറി പിടിച്ചാൽ അത് അവിടെ ഇരുന്ന് എന്താണ്, അതിന് സ്വയം വളരാനുള്ള ശേഷിയില്ല. അതിനെ എങ്ങനെയാണോ വളർത്തുന്നത് അല്ലെങ്കിൽ അതിനെ ആരാണോ വളർത്തുന്നത് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന, അല്ലെങ്കിൽ ആ ഇത്തിൽ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പാരാസൈറ്റ് എന്ന് പറയുന്ന ഈ മീൻസ് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പൊതുരീതി. ആ പ്ലാന്റ് നശിക്കുന്നത് എങ്ങനെയാണ്? അത് ഇരിക്കുന്ന കമ്പ്, അതിൻ്റെ ചോരയും മാംസം, അതായത് ആ പ്ലാന്റ് താഴ്ന്ന റൂട്ടിൽ നിന്ന്, വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങൾ ഏത് ചില്ലയിലിരുന്നോ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഫുഡ് സപ്ലൈ എത്തില്ല. ഇതിനെ വഴിയിലിരുന്ന് വലിച്ച് ഊറ്റി കുടിച്ച് നശിപ്പിക്കലാണ് ഇത്തിൽ ചെയ്യുന്ന പരിപാടി. അതുപോലെയാണ് കേരളത്തിൽ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഇത്തിളല്ലേ. അവർക്ക് എന്താണ് ഈ കേരള രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് ഉള്ളത്? ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തനിച്ച് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ശേഷിയുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ 56 രൂപീകൃതമായതിനു ശേഷം ആദ്യ സർക്കാർ മുതൽ അതിനെ വലിച്ച് താഴെയിടാൻ വരെ വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം സഞ്ചരിച്ച ചരിത്രമാണ് CPIക്കുള്ളത്. അത് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഓരോ ദിവസത്തെ വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുക എന്നതിനപ്പുറം CPI ചെയ്യുന്ന മുന്നണി മര്യാദ ഒരു വിഷയമായി, PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, ആ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബിനോയ് വിശ്വമൊക്കെ വന്ന് പറയുന്ന വാചകങ്ങൾ കേട്ടാലും ശിവൻകുട്ടിയെ പോലൊരു നേതാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെറുതാക്കി കാണിച്ചുകൊണ്ട് സ്റ്റാർ ആകാൻ ശ്രമിക്കുന്ന ഒരു രീതിയെ കാണുമ്പോൾ ഈ ഇത്തിളുകളെയൊക്കെ ചുമക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായി തോന്നും. കാര്യം സ്വന്തം നിലയ്ക്ക് അഡ്രസ്സോ അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ ഇന്നൊരു ക്യാമ്പസുകളിൽ പോലും അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ശേഷിയില്ലാത്തൊരു ചരിത്രമുണ്ട്. അവരാണ് പുറത്തിറങ്ങി നിന്നിട്ട് ഈ മാധ്യമം, അതായത് സ്മൃതി പരുത്തിക്കാടിൻ്റെയൊക്കെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ CPMനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും വലിയ ആയുധമായിട്ട് നിന്നു കൊടുക്കുന്നത് ഇതുപോലെ നട്ടല്ലിന് ഉറപ്പില്ലാത്ത കുറേ നേതാക്കന്മാരാണ്. അത് ബിനോയ് വിശ്വം ആയിക്കോട്ടെ, വേറെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അവരെ സംബന്ധിക്കുന്നിടത്തോളം മാധ്യമ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയോ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെയോ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെ വാചകം എടുത്ത് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നയവ്യതിയാനമാണ് അത്രേ. ഞാൻ ചോദിച്ചാൽ ഈ നയവ്യതിയാനം, ഞാൻ നേരത്തെ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, നയവ്യതിയാനം SSA ഫണ്ട് 900 ഏകദേശം 1000 കോടി രൂപ കിട്ടാറുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഈ നയം എടുത്ത് അങ്ങ് ഉരുട്ടിക്കൊടുത്താലേ അത് ഫലമാകുമെന്ന് ചിന്തിക്കുന്ന CPIയുടെ നേതാക്കന്മാരുണ്ടല്ലോ, നിങ്ങൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ബാധ്യതയാണെന്ന് പറയേണ്ടി വരികയാണ്. പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്തൊക്കെ ഗുണം, ഈ നികുതിപ്പണമോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം എന്നൊക്കെ പറയുന്നത് അവരുടെ അച്ചി വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന ഫണ്ടല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ കേരളത്തിന് കിട്ടേണ്ട, ഈ കേരളവും ഇന്ത്യക്കകത്തുള്ള ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ട ഫണ്ടുകൾ നിങ്ങൾ കോടതിയിൽ പോകും. അതുവരെ ഈ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നവരെ ഈ പറയുന്ന ആനുകൂല്യം കിട്ടേണ്ട മനുഷ്യരെന്ത് ചെയ്യണം? അവരെ ബുദ്ധിമുട്ടണം. നിങ്ങളൊക്കെ എന്ത് ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിന് ശാപങ്ങളായി മാറുന്ന കുറേ നേതാക്കന്മാരെ മാധ്യമ കച്ചവടത്തിന് വേണ്ടിയും മാധ്യമങ്ങളിൽ പേര് വരാനും നിങ്ങളടിക്കുന്ന വാചകങ്ങളെ CPI സൂപ്പറാണെന്ന് കുറേ വലതുപക്ഷ മാധ്യമ അവതാരങ്ങളുടെ വാഴ്ത്തുപാട്ട് കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ നാടിന് കൂടി വലിയ ശല്യമായി മാറുകയാണ്. മന്ത്രി ശിവൻകുട്ടിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ. കാര്യം ആ 1000 കോടി ഫണ്ട് വേണ്ട എന്ന് വയ്ക്കണം. അതായത് CPIയുടെ വകുപ്പിൽ അരുൺകുമാറിൻ്റെ ചർച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത എല്ലാ ഫണ്ടും നടപ്പാക്കി, ഫണ്ടും വാങ്ങി, അതിലൊന്നും കുഴപ്പമില്ല. ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്താലേ അവർക്ക് നമ്മളടുത്ത് നാളെ വലിയ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെ തിരിഞ്ഞു നോക്കാത്ത വിഭാഗക്കാരാണ്. ഇവർ വേറെ ഏതെങ്കിലും ചർച്ചാ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞവർ തിരിഞ്ഞു നോക്കൂ, ഒരു വിലയും കൊടുക്കില്ല. അവർക്ക് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? CPMനെതിരെ വാ തുറക്കൂ, നിങ്ങളെ വച്ച് ഞങ്ങൾ ആഘോഷിക്കും, അതോടുകൂടി എവിടെ നിൽക്കുന്നു അവിടെ പ്രതികരണം എടുക്കാൻ ചെല്ലും. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ ആസ്വദിക്കുന്ന ഈ ഒരു
മനോഭാവത്തിലുള്ള CPI ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ ഇടതുപക്ഷ ആശയത്തിൻ്റെ ഭാഗമായി കൊണ്ട് പോറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഇത്തിളിനെ പോലെയാണ്. അതിനെ പോറ്റാൻ ശ്രമിക്കുന്നതോറും അത് ഇരിക്കുന്ന കമ്പിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ഇമേജിന് വേണ്ടിയും അവർ പറയുന്നതാണ് വലിയ രാഷ്ട്രീയ നൈതികതയും രാഷ്ട്രീയ നയവും എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഏത് ആശയമായിരുന്നാലും ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കാലാനുസൃതമായി ജനങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുത്ത് കൊടുക്കാനാണ്. അത് നേടിയെടുത്ത് കൊടുക്കാതെ നയം അല്ലെങ്കിൽ ആശയം ഒന്ന് ഉണ്ടംപൊരിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ പന്ന്യൻ രവീന്ദ്രൻ ഈ ആശയമായിട്ട് തിരുവനന്തപുരത്ത് മാധ്യമ സർട്ടിഫിക്കറ്റോടുകൂടി മത്സരിക്കാൻ ചെന്നപ്പോൾ ജനം എടുത്ത് മൂലയ്ക്കിരുത്തിയത് ആ അവസ്ഥയെ വരത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ CPIക്കകത്തുള്ള കുറേ നയം അല്ലെങ്കിൽ ആശയം ഇങ്ങനെ ഉരുട്ടി തിന്നാൻ വേണ്ടി നിൽക്കുന്നവർ മനസ്സിലാക്കുക, ഈ രാഷ്ട്രീയവും ആശയവും എല്ലാം മനുഷ്യർക്കാണ്. അല്ലാതെ ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ തലമുറയെ ആകർഷിക്കാൻ ശേഷിയില്ലാത്ത ഈ കാലഹരണപ്പെട്ട കുറേ ആശയങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ പൊലിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് പൊലിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് പൊലിച്ചു പോകുന്ന നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരൊക്കെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്നിടത്തോളം CPIയെ സംബന്ധിക്കുന്നിടത്തോളം ഈ തലമുറയോടുകൂടി അതിന് വംശനാശം സംഭവിക്കാനല്ലാതെ മറ്റൊരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല. കാര്യം ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ 1000 കോടി രൂപ SSA ഫണ്ട് കിട്ടേണ്ടത് എന്തുകൊണ്ടാണെന്നും ഈ കൂടെ നിൽക്കുന്നവർ പറയുന്നത് വിശ്വാസമില്ല, മാധ്യമങ്ങൾ പറയുന്നതിനെ വിശ്വസിക്കുന്ന നിങ്ങളെന്ന് പറഞ്ഞാൽ യൂദാസന്മാരുടെ പട്ടികയിലെ പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ CPI വിഭാഗക്കാരെ എങ്ങനെയും ഒരു തനിച്ചവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 70കളിൽ പോയിരുന്ന് ഈ പറയുന്ന PM ശ്രീ എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ വിദ്യാഭ്യാസം അത് കൺകറന്റ് ലിസ്റ്റിലാക്കി കൊടുക്കാൻ കോൺഗ്രസിനൊപ്പം പൃഷ്ഠം താങ്ങി നടന്നവർ ഇന്ന് ഇറങ്ങി നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആ ഒരു ഫണ്ട് ഈ കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടാൻ വേണ്ടി അവരുടെ അവകാശത്തിനനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കി അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ആലോചിച്ചും അല്ലെങ്കിൽ ഈ ഫണ്ടിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യരെ ആലോചിച്ച് അതിന് വഴങ്ങിക്കൊടുക്കുന്നത് എന്തോ മുട്ടുമടക്കലാണ്, പോരാട്ടം ഇല്ല എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഈ പടുമരങ്ങൾ അവരെ ഒഴിവാക്കുന്നതാണ് ഒരു കണക്കിന് അന്തസ്സ്. ഒരുപക്ഷെ തോറ്റുപോകണമെങ്കിൽ തോറ്റുപോയാൽ ആ തോൽവിക്ക് ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. അല്ലാതെ ഇവരുടെ ആശയത്തിന് മുന്നിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചവരാണ്. അധികാരത്തിലിരുന്നപ്പോൾ ഈ 40 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെയും ഈ അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെയും സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അധ്യാപകരെയൊക്കെ ദ്രോഹിച്ചിട്ട് എന്ത് നേടാനാണ്? അതുകൊണ്ട് ചവിട്ടി പുറത്ത് കളയുന്നതാണ് അന്തസ്സെന്ന് പറയേണ്ടി വരികയാണ്.